നമസ്കാരം. നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നത് 25 വർഷത്തോളം മലയാള സിനിമയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജു പി ആണ്. ഇദ്ദേഹം നമുക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കാം. ഇദ്ദേഹത്തെ പക്ഷെ ആരും തിരിച്ചറിഞ്ഞില്ല. ആരും ഈ ലോകത്തുള്ള ആരും തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഈ വേദികളിൽ എത്തിയതാണ്. നമസ്കാരം രഞ്ജു. എങ്ങനെയാണ് രഞ്ജു ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ല സന്തോഷമുണ്ട്. അപ്പം ഒരു ലിറ്ററൊക്കെ ഉണ്ട്, സന്തോഷമുണ്ട് കാര്യം. അപ്പം എന്നോട് ചോദിച്ചായിരുന്നു സിനിമ ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പം അവിടെ പോയിട്ടുള്ളവരാരും നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സിനിമ ഫീൽഡിൽ 25 വർഷമായിട്ടുണ്ട്. അപ്പം 25 വർഷത്തോളം കാലം എനിക്ക് നല്ല കുറേ നിമിഷങ്ങളാണ് സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രേക്ഷകർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനതിനെ നല്ല രീതിയിൽ തന്നെ നോക്കി കാണുന്നുണ്ട്. സിനിമ ഒരു നല്ല മേഖല തന്നെയാണ്. അത് എല്ലാവർക്കും എത്തിപ്പെടുന്നവർക്ക് രക്ഷപ്പെടാം. പിന്നെ ഒരു എത്തിപ്പെടാൻ ഒത്തിരി വഴികളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. എന്നോട് ചോദിക്കാൻ പറഞ്ഞു, സന്തോഷ് പട്ടേലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണോ എന്തെങ്കിലും കൊള്ളാത്തൊരു അഭിപ്രായമാണോ? എന്താണ് സന്തോഷ് പട്ടേലിനെ കുറിച്ചുള്ള അഭിപ്രായം? സന്തോഷ് പട്ടേലിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. നല്ലൊരു മനുഷ്യനല്ല സന്തോഷ് പട്ടേൽ. കാരണം എന്ത് സിനിമയാണ് അദ്ദേഹം കാണുന്നത്? നമുക്കൊക്കെ സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ സിനിമ എന്താണ്? സിനിമയാണോ? സന്തോഷ് പട്ടേലിന്റെ സിനിമയാണ്. അവസ്ഥകൾ സന്തോഷ് പട്ടേലിന്റെ സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം പാട്ടുകൾ ഏതൊക്കെയാണ്? ആരെയാണ് ഏത് ഇഷ്ടപ്പെട്ട സിനിമകാരന്റെ പേര് അല്ലെങ്കിൽ ഒരു ഗാനത്തിന്റെ പേര്? അതായത് രണ്ട് യുവാണാണോ എന്തായാലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും നല്ല പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. എന്നെ അതിലൊന്ന് പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് എന്തായാലും രഞ്ജു ഈ പരിപാടിയിലെത്തിയത് നല്ല സന്തോഷം. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിപാടി വാർത്താനം പറയുന്നത് അല്ലാതെ നമ്മളുടെ പ്രവേശനത്തിൽ വളരെ വളരെ സന്തോഷം.